Hi, my dear children. Good morning. Hope you all are safe at home. Yes, you happy welcome one and all our English time. Let's go to the unit 4 in English. Are you ready? Okay, my dear children. In the last class, teacher gave you some interesting activity and a beautiful story. Do you remember the story? Yes, the story of small boy. Like you all? Right. Of your range. The helping hand. The boy named Midun was helping his mother. Do you help your mother? Are you interested to help your mother? Yes. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സഹായിക്കാറുണ്ടോ? അമ്മയെ സഹായിക്കുന്നത് ഇഷ്ടമാണോ? യെസ്, ഇഷ്ടമാണ് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സഹായിച്ചതുപോലെ മിഥുൻ്റെ അമ്മയ്ക്ക് ക്ഷീണം വന്നപ്പോൾ അവന് അമ്മയെ സഹായിച്ചു. ക്ഷീണമെല്ലാം മാറി വന്നപ്പോൾ ഷീ വാസ് റിയലി സർപ്രൈസ്ഡ്. എന്തുകൊണ്ടാണ്? യെസ്, മിഥുൻ അവരുടെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? മിഥുൻ വാസ് റിയലി എ ഗുഡ് ബോയ്. ഇത് നല്ലൊരു കുട്ടിയാണ്. യു ആർ ഗുഡ് ചിൽഡ്രൻ ലൈക്ക് മിഥുൻ ബിക്കോസ് യു ഹെൽപ് മോം. ഡിയർ ഫ്രണ്ട്സ്, ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി വർ ഡൂയിങ് മെനി ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, നൗ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ടെൽ മീ. യെസ്, റൈറ്റ് ഡൗൺ യുവർ എക്സ്പീരിയൻസ് that you while helping others. മിഥുൻ അമ്മയെ ഹെൽപ്പ് ചെയ്തതുപോലെ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ. യെസ്, ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? ഓക്കെ, നൗ ടീച്ചർ ഈസ് ഗോയിങ് ടു റീഡ് അർജുൻസ് ഹോംവർക്ക്. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. I love my mother a lot. One day, my mother suffered from headache. She was so tired. I felt so sad to see my mother in that stage. I helped my mother in such a situation. I like to help my mother. After that, I used to help my mother in all household works. അർജുൻ എഴുതിയ ഹോംവർക്ക് എല്ലാവരും കണ്ടല്ലോ. എന്താണ് എഴുതിയിട്ടുള്ളത്? യെസ്, അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണല്ലേ. അമ്മയെ അർജുന് ഒരുപാട് ഇഷ്ടമാണ്. അമ്മയെ എല്ലാ ജോലിയിലും അവൻ സഹായിക്കാറുണ്ട്. നിങ്ങൾ ഇതുപോലെയാണ് എഴുതിയിട്ടുള്ളത്? നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സഹായിക്കുന്നതാണ് എഴുതിയിട്ടുള്ളത്? യെസ്, വെരി ഗുഡ്. അപ്പം എല്ലാവരും ഹോംവർക്ക് എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ മൈ ഡിയർ ചിൽഡ്രൻ, അർജുൻ എത്ര നന്നായിട്ടാണ് ഹോംവർക്ക് എഴുതിയത്. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. യെസ്, വെരി ഗുഡ് അർജുൻ. നൗ we are going to the next part of the lesson, the happy prince. Do you know what is statue? എന്താണ് സ്റ്റാച്യു? യെസ്, പ്രതിമ അല്ലേ? ഹാവ് യു സീൻ എ സ്റ്റാച്യു ഇൻ യുവർ ഏരിയ? യെസ്, the statue of Mahatma Gandhi. Who is Mahatma Gandhi? Yes, Mahatma Gandhi is father of our nation. Dear children, now let's watch a video. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ആരൊക്കെയാണ് വീഡിയോയിൽ കാണുന്നത്? ഗാന്ധിജി മാത്രമാണോ? അല്ല. ഇൻ ദിസ് വീഡിയോ, അതർ ദാൻ ഗാന്ധിജീസ് സ്റ്റാച്യു, വി കുഡ് സീ ദ സ്റ്റാച്യു ഓഫ് മെനി എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് who contributed for the freedom of our nation. Dear children, I will show a picture. Please watch it. What do you see in this picture? Yes, a statue. Whose statue is this?
Very good. The statue of Happy Prince. What do you mean by Happy Prince? Yes, Happy Prince means സന്തോഷവാനായ ഒരു രാജാവ്. ആ രാജാവിനെ കുറിച്ച് നമുക്കൊന്ന് അറിയണ്ടേ? യെസ്. ഡു യു ലൈക്ക് സ്റ്റോറീസ്? എല്ലാവർക്കും കഥ ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലേ? I shall tell you a story. Please listen carefully. There was a prince in a faraway land who was always happy. When he died, the countries of the palace made the statue of Happy Prince and put it up high in the town. Do you understand? Yes, there was a prince in a faraway land who was always happy. When he died, the countries of the palace made the statue of Happy Prince and put it up high in the town. ദൂരെ ദൂരെ ഒരു ദേശത്ത് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഹാപ്പി ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ കൊട്ടാരത്തിലെ രാജസേവകന്മാരെല്ലാവരും ചേർന്ന് ഹാപ്പി പ്രിൻസിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി വളരെ ഉയരത്തിൽ ടൗണിൽ പ്രതിഷ്ഠിച്ചു. അതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമ. ഡിയർ ചിൽഡ്രൻ, all of you take your textbook. Let me tell you a story in your textbook. Shall I read it? All of you listen here. Dear friends, do you want to hear the Happy Prince story? Yes. Now let's read. Look here carefully. The Happy Prince. High above the city, on a tall column, stood the statue of the Happy Prince. He was glittered all over within leaves of fine gold. For eyes, he had two bright sapphires and a large red ruby glowed on his sword hilt. He was very much admired indeed. Be like the Happy Prince, he never cries for anything, said a mother to her little boy who was crying for the moon. I am glad there is someone in the world who is quite happy, muttered a disappointed man. ഇനി ടീച്ചർ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൻ്റെ മലയാള അർത്ഥം ഒന്ന് പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? ഓക്കെ. High above the city, on a tall column, stood the statue of the Happy Prince. He was glittered all over with thin leaves of fine gold. For eyes, he had two bright sapphires, and a large red ruby glowed on his sword hilt. സിറ്റിയിലെ ഏറ്റവും ഉയരത്തിൽ ഒരു തൂണിലാണ് ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമ സ്ഥാപിച്ചത്. പ്രതിമയുടെ ശരീരം നേർത്ത സ്വർണ്ണ ഇലകളാൽ പൊതിഞ്ഞതായിരുന്നു. കണ്ണുകളുടെ സ്ഥാനത്ത് 2 ഇന്ദ്രനീലക്കല്ലുകൾ, വാളിൻ്റെ പിടിയിൽ വലിയ ചുവന്ന ഒരു മാണിക്യവും ഉണ്ട്. He was very much admired indeed. Be like the Happy Prince, he never cries for anything, said a mother to her little boy who was crying for the moon. I am glad there is someone in the world who is quite happy, muttered a disappointed man. വാസ്തവത്തിൽ എല്ലാവരാലും ആരാധ്യനായിരുന്നു ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസിനെ പോലെ ആവണം അദ്ദേഹം, ഒന്നിനു വേണ്ടിയും കരയില്ല. അമ്പിളിമാമനെ വേണമെന്ന് വാശി പിടിച്ചു പറയുന്ന കുട്ടിയോട് അമ്മ പറഞ്ഞു. ഈ ലോകത്ത് തികച്ചും സന്തോഷവാനായി ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് വളരെ നിരാശനായ മനുഷ്യൻ പിറുപിറുത്തു. Please read the passage silently. Now you got the idea of the passage? Yes. Why did the people give the statue Happy Prince the tall column? Yes, he was a happiest person in the world. Do you understand the story?
എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി അല്ലേ? ഓക്കെ, എന്നാൽ ടീച്ചർ ഒരിക്കൽ കൂടി മലയാളത്തിലൊന്ന് പറഞ്ഞു തരാം. ദ ഹാപ്പി പ്രിൻസ്. സിറ്റിയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു തൂണിലാണ് നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ശരീരം, പ്രതിമയുടെ ശരീരം എങ്ങനെയുള്ളതായിരുന്നു? യെസ്, സ്വർണ്ണ ഇലകളാൽ പൊതിഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളോ നമ്മുടെ കണ്ണുകൾ പോലെയാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്തായിരുന്നു? ഇന്ദ്രനീല കണ്ണുകളായിരുന്നു. അദ്ദേഹത്തിന് ഒരു വാളുണ്ടല്ലോ, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ആ വാളിൻ്റെ പിടിയിൽ എന്താണുള്ളത്? യെസ്, വാളിൻ്റെ പിടിയിൽ റൂബി, നമ്മുടെ ചുവന്ന മാണിക്യമുണ്ട് അല്ലേ? അതുപോലെ വാസ്തവത്തിൽ എല്ലാവരാലും ആരാധ്യനായിട്ടുള്ള ഒരാളായിരുന്നു ആര്? നമ്മുടെ ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഹാപ്പി പ്രിൻസിനെ പോലെ ആവണം. അദ്ദേഹം ഒന്നിനു വേണ്ടിയിട്ടും കരയാറില്ല. അമ്പിളി മാമനെ വേണമെന്ന് വാശി പിടിച്ച് കരയുന്ന കുട്ടിയോട് ആരാ പറഞ്ഞത്? യെസ്, അമ്മ പറഞ്ഞു. എന്താ പറഞ്ഞത്? യെസ്, ഹാപ്പി പ്രിൻസിനെ പോലെ ആവണം. ഹാപ്പി പ്രിൻസ് ഒന്നിനു വേണ്ടിയിട്ടും കരയാറില്ല. ഈ ലോകത്ത് തികച്ചു സന്തോഷവാനായ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് വളരെ നിരാശയോടെ ഒരാൾ പിറുപിറുത്തു. കഥ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് കഥയിലെ കുറിച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? യെസ്, we can see here some questions. Okay, now the first question is, why did the people admire the statue of Happy Prince? സന്തുഷ്ടവാനായ രാജകുമാരൻ്റെ പ്രതിമയെ ആളുകൾ പ്രശംസിച്ചത് എന്തുകൊണ്ടാണ്? Tell me. Yes, very good. He never cries for anything. അദ്ദേഹം ഒന്നിനു വേണ്ടിയിട്ടും കരയാറില്ല അല്ലേ? Next question. Pick out the sentence that show people's admiration for the happy prince. സന്തുഷ്ടവാനായ രാജകുമാരനോടുള്ള ജനങ്ങളുടെ പ്രശംസ കാണിക്കുന്ന വാചകം തിരഞ്ഞെടുത്ത് എഴുതുക. യെസ്, വെരി ഗുഡ്. I am glad there is someone in the world who is quite happy. ഈ ലോകത്ത്, ജീവിതത്തിൽ പൂർണ്ണമായും സന്തോഷവാനായ ഒരാളെങ്കിലും ഉണ്ട് എന്നറിഞ്ഞതിൽ സന്തുഷ്ടനാണ് എന്ന് ആരാ പറഞ്ഞത്? നിരാശനായ ഒരു മനുഷ്യൻ. ഇനി നമുക്ക് പാഠഭാഗത്തിലെ പുതിയ വാക്കുകളെ പരിചയപ്പെടാം. ഫൈൻഡ് ഔട്ട് ദ ഡിഫിക്കൽട്ട് വേർഡ്സ് ഇൻ ദിസ് പാരഗ്രാഫ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ നോട്ട്ബുക്ക്. മീനിങ് ഓഫ് ദ വേർഡ്സ്. ദ ഫസ്റ്റ് വേർഡ് statue, gilded. Sapphire, next ruby, sold hilt, and the last word admire. The first word statue. Statue means pradima. The next word gilded, sorna lebanam, to make something look bright if covered with gold. The next word sapphire. Sapphire means neelaragnam. The next word ruby. Ruby means manikyam. The next word sword hilt. Sword hilt means valpidi, the handle of a sword. The last word admire. Admire means ആദരിക്കുക, to regard somebody with respect. Do you understand the meaning of the words? Okay, now we can go on another activity. Match the following. Are you ready? Match the following. In this chapter, we have learned too many new words. They are gilded, sapphire, ruby, and sold hilt. These words are used to describe the statue of Happy Prince. Yes, ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ടീച്ചർ ഇനി പറയാൻ പോകുന്നത്. മാച്ച് ദ ഫോളോയിങ്. എല്ലാവരും 2 കോളം കണ്ടല്ലോ. ആദ്യത്തെ കോളത്തിൽ കാണുന്ന വാക്ക് ഏതാ? യെസ്, ബോഡി. ഹാപ്പി പ്രിൻസിൻ്റെ ശരീരം എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞത്? യെസ്, വെരി ഗുഡ്. ഗോൾഡ് ആണല്ലേ, സ്വർണ്ണ നിറത്തിലുള്ളതാണെന്ന് പറഞ്ഞു.
അപ്പം ബോഡി മാച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? യെസ്, ഗോൾഡ്. നെക്സ്റ്റ് വേർഡ് എന്താ? ഐ. ആൻഡ് തേർഡ് വേർഡ് സോൾട്ട് ഹിൽഡ്. ഈ രണ്ട് വാക്കുകളും നിങ്ങൾ ഇതുപോലെ അനുയോജ്യമായത് ചേരുമ്പടി ചേർക്കുക. ഓക്കെ. ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഹോംവർക്ക് എല്ലാവരും ചെയ്തു വരണം. ആർ യു റെഡി ടു ഡു ഹോംവർക്ക്? യെസ്, വെരി ഗുഡ്. Okay children, we will meet next class. Thank you.